ഇവിടെ ഇനി നടക്കാനൊരു വികസനം ഇല്ല. അതൊക്കെ ഫുള്ളായിട്ട് പൂർണ്ണ വികസനം നടന്ന ഒരു വാർഡാണ് നമ്മുടെ ഈ വാർഡ്. തദ്ദേശ പോരാട്ടത്തിൽ നിന്ന് പെരിന്തൽമണ്ണ നഗരസഭയിലെ 15ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമ്മളുള്ളത്. UDFന്റെ ഒരു ഉറച്ച കോട്ട എന്ന് തന്നെ പറയാം. വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുന്ന ഒരു വാർഡാണ്. വാർഡിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ഉണ്ട്. ഈ ജനങ്ങളൊക്കെ നിങ്ങൾ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിക്കുന്നതെന്ന് പറയാം? അവര് നമുക്ക് നല്ല കൂടെ നമ്മളെ കൂടെ എപ്പോഴും ഉള്ള ആൾ തന്നെയാണ്. സപ്പോർട്ടാണ്. എല്ലാവരും നമ്മളെ കൂടെ തന്നെയാണ്. എന്താണ് നിങ്ങൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വാർഡ് കൗൺസിലർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ എടുത്ത് കാട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇനി നടക്കാനൊരു വികസനം ഇല്ല. അതൊക്കെ ഫുള്ളായിട്ട് പൂർണ്ണ വികസനം നടന്ന ഒരു വാർഡാണ് നമ്മുടെ ഈ വാർഡ്. 15ാം വാർഡ്. അതിന്റെ പ്രതികരണം എല്ലാ ജനങ്ങളിലും ഉണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങളെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല പ്രതികരണമാണ്. ഇനി എന്താണ് ഇപ്പൊ വാർഡിൽ വികസനം പൂർണ്ണമായി എന്ന് പറഞ്ഞാലും ഒരു നാടിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ നിങ്ങളെ വിജയിപ്പിച്ച് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും? അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ കൂടെ നിന്ന് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാന്. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ കുടിവെള്ളം, അതുപോലെ തന്നെ വീടുകളുടെ കാര്യത്തിൽ എല്ലാം സമ്പൂർണ്ണമാണ്. ഇവിടെ കുടിവെള്ളം എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട്. വൈദ്യുതി, കുടിവെള്ളം, അതേപോലെ ഭവനം, എല്ലാ സംഭവം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. റോഡുകള് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡൊക്കെ പാസ്സായി കിടക്കാണ്. അതൊക്കെ ഇനിയിപ്പോ അടുത്ത ഇതില് നമ്മള് വർക്ക് ചെയ്യും. ഇപ്പൊ വേറൊരു കാര്യം കൂടി, ഇപ്പോ UDFന്റെ നേതാക്കൾ പറയുന്നത് ഇത്തവണ 3 പതിറ്റാണ്ടിന് ശേഷം UDF അധികാരം പിടിക്കുമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഈ നേതാക്കൾ പറയുന്നത് ശരിയായ വസ്തുതയാണെന്ന്, അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പൊ നല്ല ഒരു ചാഞ്ചാട്ടം ഭരണ മാറ്റത്തിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ UDF ഭരിക്കും എന്നുള്ളൊരു വിശ്വാസം കയ്യിലുണ്ട്. അങ്ങനെ ഭരണമാറ്റത്തിന്റെ ചാഞ്ചാട്ടം, ജനങ്ങൾക്കിടയിൽ ആ ചാഞ്ചാട്ടം പോയപ്പോൾ ഒരു വീടുകളിൽ ചെന്നപ്പോ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായായിരുന്നു? അതെ, മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? നമ്മളെ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാലോ അവരുടെ പെരുമാറ്റം, അവരുടെ സ്വീകരണം. അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? UDFനാണോ LDFനാണോ? അവരുടെ ആഗ്രഹം എന്താണ്? ഒരു ഭരണമാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീടുകളിലും ചെല്ലുമ്പോ അങ്ങനെ ഉണ്ട്. അപ്പോ നിങ്ങൾ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഈ 15ാം വാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ വാർഡ് കൗൺസിലർ ആയിരുന്ന ആള് ഈ പെരിന്തൽമണ്ണയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ്. വേറെ ഇന്ന വാർഡിലെയാണെന്നോ ഇന്ന ആളാണെന്നോ പറയണ്ട, വെറും പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന, ആ പേര് കൊണ്ട് മാത്രം ഈ നാടറിയുന്ന ഒരു വ്യക്തിയാണ്. ആ 15ാം വാർഡിനെ എത്രയോ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നതും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ തന്നെ വാർത്ത ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ വാർഡ് കൗൺസിലറുടെ പിന്തുടർച്ചക്കാരിയായിട്ടാണ് ഇവിടെ വരുന്നത്. ജനങ്ങൾ സ്വീകരിച്ച, ജനങ്ങൾ അറിയുന്ന ജനകീയനായ ഒരു വ്യക്തിയുടെ പിന്തുടർച്ച. അങ്ങനെ കാണുന്നു. വലിയൊരു ഉത്തരവാദിത്വവും ഭാരവുമായി തോന്നുന്നു? അതില്ല, കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ ഞാൻ പറയുന്ന വാർഡല്ലേ, നമ്മളെ കൂടെയുള്ള ആളുകളാണ് ഇവിടെ. ഒരു വിധമുള്ള ആളുകളൊക്കെ നമ്മളെ കൂടെയുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ല. എല്ലാതും നല്ല ഭൂരിപക്ഷത്തിൽ പ്രതീക്ഷിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തില്. അതായത് UDFന്റെ, മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രവർത്തകർ നല്ല മേധാവിത്വമുള്ള ഒരു ഭാഗമാണ്. UDFന്റെ ഉരുക്കുകോട്ട എന്ന് പറയാം. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട്. അതുണ്ട്. ഇവിടുത്തെ വനിതകളാണെങ്കിലും ഇവിടുത്തെ യുവാക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മളെ കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. ഈ വനിതകൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ പദ്ധതികളോ എന്തെങ്കിലുമൊക്കെ ആവിഷ്കരിക്കാനൊക്കെ? വനിതകൾക്ക് വേണ്ടി ഞങ്ങളിപ്പോ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ തുടർന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം ഭാവിയിൽ അതൊക്കെ ചെയ്യും. ഈ മേഖലയിലുള്ള വനിതകൾക്കൊക്കെ എല്ലാവർക്കും തൊഴിൽ കിട്ടാവുന്ന എന്തെങ്കിലും സംരംഭങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്? അതെ, ഉണ്ട്. അതുണ്ട്. അങ്ങനെ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അതെ, ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ തുന്നൽക്കാടായിട്ടുള്ള ആദ്യം ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ പിന്നെ ഞങ്ങള് ഫുഡിന്റെ ഒക്കെ ഒരു ഇത് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതുകൂടെ കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പൊ ഇവിടെ താങ്കൾ ഇവിടെ വാർഡിൽ നിന്നും വിജയിച്ചു കഴിഞ്ഞാൽ, വിജയിക്കുന്ന കാര്യത്തിൽ ഒരു ഉരുക്കുകോട്ടയായ ഇവിടെ വിജയിക്കുമെന്ന് നിങ്ങൾ പറയുന്നു, പ്രവർത്തകർ പറയുന്നു. ഒരുപക്ഷെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരും അങ്ങനെ പറഞ്ഞത്. ആ 15ാം വാർഡിലെ അത് പ്രതീക്ഷയല്ല, അത് ഉറച്ച ജനങ്ങൾ തീരുമാനിച്ച കാര്യമാണെന്നൊക്കെയാണ് നാട്ടുകാർ പലരും ഞങ്ങളോട് പ്രതികരിച്ചത്. അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന, അവർക്കുള്ള ചെറുകിട സംരംഭങ്ങൾ കൂടുതലായി കൊണ്ടുവരാൻ കഴിയുമെന്ന് ആണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും അങ്ങനെ ഉണ്ടാവും. ഏതായാലും ഈ 15ാം വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതായത്
വെറും പേര് മാത്രം പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും ഞങ്ങള് ഇന്ന സ്ഥലത്താണെന്ന് പറയുന്ന ഒരു കൗൺസിലർ. അപ്പൊ അതിന്റെ പിന്തുടർച്ചക്കാരി അതേ ഈ പൊതുരംഗത്ത് അവരും അറിയപ്പെടുന്ന ഒരു മുഖം തന്നെയാണ്. അപ്പോ ഈ 15-ാം വാർഡില് UDFന്റെ ഉറച്ച കോട്ടയാണെങ്കിലും ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്വീകാര്യതയെ അതിന്റെ കാരണങ്ങളെല്ലാം അവർ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. ഏതായാലും ഈ വാർഡിൽ വിജയിച്ചു കയറാമെന്ന 100% പ്രതീക്ഷയോടുകൂടിയാണ് മത്സര രംഗത്തുള്ളതെന്ന് UDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ വിജയിക്കുമെന്ന് എനിക്ക് അങ്ങ് പറയാൻ പറ്റില്ല. ഏതായാലും വിജയാശംസകൾ എന്ന് പറയാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഏതായാലും ആരാണ് ജയിക്കേണ്ടത്, ആരെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. UDFന്റെ സ്ഥാനാർത്ഥിയെ വേണമെന്ന് ജനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ആരെ വേണം, ആര് ജനപ്രതിനിധിയായി വരണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്കും പറയാൻ കഴിയൂ. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.